കൃത്യമായ പ്ലാനിങ്, കൃത്യമായിട്ടുള്ള എക്സിക്യൂഷൻ. ബി ജെ പിയുടെ വിജയരഹസ്യം യഥാർത്ഥത്തിൽ ഇതാണ്. പല രാഷ്ട്രീയ നിരീക്ഷകരും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. പശ്ചിമ ബംഗാളിലെ ബി ജെ പിയുടെ മുന്നേറ്റം അത് യഥാർത്ഥത്തിൽ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പലരെയും നിരാശപ്പെടുത്തുന്നതുമാണ്. നിലവിൽ വന്ന എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി പശ്ചിമ ബംഗാൾ പിടിക്കും. നമ്മൾ ബംഗാളിലൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാൽ ഈ അടുത്ത കാലത്തൊന്നും. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, അത് പിടിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താങ്കൾ പറഞ്ഞ കൃത്യമായ എക്സിക്യൂഷനും കൃത്യമായ പ്ലാനിങ്ങും ഏതറ്റം വരെയും ജയിക്കാൻ വേണ്ടി പോകുന്നൊരു നേച്ചറുമുള്ളൊരു പാർട്ടിയാണ് ബി ജെ പി. ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ ബി ജെ പിയേക്കാൾ ഒത്ത എതിരാളിയോ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരാളാണ് മമതാ ബാനർജി. അതാണ് അതിൻ്റെ പ്രശ്നം. കാരണം മറ്റാരെങ്കിലും ആണെങ്കിൽ പണ്ടേക്ക് പണ്ട് അവിടെ പരാജയപ്പെട്ടാൽ. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഏതാണ്ട് 1.5 കൊല്ലത്തോളം പ്രശാന്ത് കിഷോർ അവിടെ താമസിച്ചുകൊണ്ട്, അവരുടെ ഡിമാൻഡായിരുന്നു അത്, ഐപാക്കിൻ്റെ ഒരു വലിയ ടീം അവർക്ക് വേണ്ടി വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തിട്ടുള്ള ടീമിനെ വീണ്ടും 5 കൊല്ലമായി അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ടീമിനെ അങ്ങനെ തന്നെ അവർ അവിടെ ഹെഡ് ചെയ്യാൻ ഒരുക്കും. കേരളത്തിലടക്കം അവരുടെ 15-20 വരെ ടീം ഉണ്ടായിരുന്നു, IIT എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പിള്ളേരടക്കമുള്ള. അവരെ പോലും അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. കാരണം ഇവിടെ ഇനി തൃണമൂലൊന്നും നോക്കണ്ട, നിങ്ങൾ അങ്ങോട്ട് പോരാൻ പറഞ്ഞ് തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും സജ്ജമായിട്ടാണ് അവർ ആ ഇതിനെ കാണുന്നത്. പക്ഷേ ബി ജെ പിയും തങ്ങളുടെ കഴിവെല്ലാം എടുത്തുകൊണ്ട് എന്ത് പരിപാടി കാണിച്ചാലും, എന്ത് മര്യാദകൾ കാണിച്ചാലും ജയിക്കണം എന്നുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ആദ്യത്തെ കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഹുമയൂൺ എന്ന് പറയുന്ന കബീർ എന്ന് പറയുന്ന അദ്ദേഹത്തെ കൊണ്ടിട്ട് അവിടെ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയും മുസ്ലിം വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പരിപാടി മമത പൊളിച്ചു കൊടുത്തു. കാരണം മമത ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി അത് പുറത്തു വിട്ടു. കാരണം 1000 കോടി രൂപ ബി ജെ പിയുടെ നിന്ന് മേടിച്ചിട്ടാണ് ഈ പണിയുന്നത്. 200 കോടി രൂപ ഇപ്പം തന്നെ കൈപ്പറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആളുകൾക്കൊക്കെ മറ്റേ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത്, സദ്യ ഒരുക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് കാര്യം ചെയ്തു. അസദുദ്ദീൻ ഒവൈസിയും ഇദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയും കൂടി കൂടിച്ചേർന്ന് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അത് ഗംഭീര പ്ലാനാണ്, നല്ല തന്ത്രമാണ്. അത് വിജയിച്ചിരുന്നെങ്കിൽ. പക്ഷേ അത് മമതാ ബാനർജി ആയതുകൊണ്ട് അത് തകർക്കപ്പെട്ടു. പിന്നെ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ടാണ് ആ വിഷയത്തെ ബി ജെ പി അഡ്രസ്സ് ചെയ്യുന്നത്. കാരണം 30%, 32% മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളൊരു സ്ഥലത്ത് ഏതാണ്ട് 90-ലധികം സീറ്റുകൾ, ഒരു വേണമെങ്കിൽ നമുക്ക് 100 എന്ന് വരെ പറയാം, 100ഓളം സീറ്റുകളിൽ കൃത്യമായി മുസ്ലിം മൈനോറിറ്റീസ് വലിയ ഡിസൈഡിങ് ഫാക്ടറാണ്. അവരാണ് വിജയപരാജയം തീരുമാനിക്കുന്നത്. അതാണ് എക്കാലത്തും മമതയുടെ ഏറ്റവും വലിയ സോൾഡ് ആയിട്ടുള്ള വോട്ട് ബാങ്ക്. അതോടൊപ്പം തന്നെ സ്ത്രീകളും അവരുടെ വലിയ വോട്ട് ബാങ്കാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും തകർക്കാൻ ബി ജെ പിക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള വളരെ ചെറിയ വോട്ടുകളിൽ നിന്നാണ് ഒറ്റടിക്ക് 77 വോട്ടുകളാവുന്നതും 38% വോട്ടുകളിലേക്ക് ബി ജെ പി എത്തുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരിഞ്ച് കടക്കാൻ പറ്റാത്തതിന് കാരണം അവിടെ മമതാ ബാനർജി ആയതുകൊണ്ടാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും റിസൾട്ട് എന്താകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും ബംഗാളിൽ നടക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പല്ല, ഒരു യുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് സാധാരണ പോലെ ആളുകൾ ജയിക്കാതിരിക്കാം. അതിൻ്റെ കാരണം പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ യുദ്ധമാണ് നടക്കുന്നത്. അവിടെ ഏത് വിധേനയും എന്ത് ചെയ്തും ജയിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ TMC മമതാ ബാനർജിയൊക്കെ തന്നെ ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ വീഡിയോ എന്ന് പറയുന്നത് സ്ട്രോങ് റൂമുകൾക്കകത്ത് ചില ആളുകൾ കയറുന്നതും ഇറങ്ങുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഒരു സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഇന്നലെ മമതാ ബാനർജി രാത്രി 8:30 എത്തിയിട്ട് 12:30 വരെ കുത്തിയിരുന്നു. കാരണം അതിനകത്ത് ഒരു സ്ട്രോങ് റൂം ഉണ്ട്. അപ്പോൾ അതിന് എല്ലാ ആളുകൾക്കും നിർദ്ദേശം കൊടുത്തേക്കണം, പുറത്ത് എന്ത് ചെയ്തോളൂ, നിങ്ങൾ ഈ പറയുന്ന മൊബൈൽ ക്യാമറകളുമായിട്ട് നിന്നോളൂ, എന്ത് സംഭവിക്കുകയാണെങ്കിലും അത് റെക്കോർഡ് എടുത്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും ജയിക്കാൻ വേണ്ടി ബി ജെ പി സ്ട്രോങ് റൂമുകൾ തുറന്നു, ബാലറ്റ് പേപ്പറുകൾ ടാമ്പർ ചെയ്യാൻ ശ്രമിച്ചു, EVM മെഷീനുകളെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ ആരോപണം. മമതാ ബാനർജി എന്നിട്ട് അവരിപ്പോൾ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞയച്ചേക്കണത് തിരിച്ച് ഒരു നിവൃത്തിയുമില്ലാതെ ഒരു പരാതി എഴുത്തരും, ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടേക്കണത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു യുദ്ധമാണ്. അവിടെ തൃണമൂൽ കോൺഗ്രസും ഒക്കെ കയ്യൂക്കൊണ്ട് കാര്യം കാണുന്നവരാണ്. മസിൽ പവറും മണി പവറും ഈ പറയുന്ന പോലെ തന്ത്രങ്ങളും എല്ലാം ബി ജെ പികൾ ഗംഭീരമായി ഉപയോഗിക്കുന്ന മമതയാണ്. അതുകൊണ്ട് അവിടെ ബി ജെ പിയുടെ ഒരു കാൻഡിഡേറ്റ് മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പോൾ വോട്ട് ചോദിക്കാൻ ചെല്ലാൻ പറ്റില്ല. അവിടെ സത്യത്തിൽ ബോർഡർ ജില്ലകളിലൊന്നും വോട്ട് ചോദിക്കാൻ ചെല്ലാൻ പറ്റില്ല മണ്ഡലത്തിൽ. കാരണം നല്ല അടി കിട്ടും. സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സുകൾ കാവൽ നിന്നിട്ട് പോലും ഇടിച്ചിട്ടാണ് ആളുകൾ വിടുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് വലിയ കടുത്ത ഫൈറ്റാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ ഈ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ പറയുന്നത് കൊണ്ട് എനിക്കൊരു ചെറിയ അവിശ്വാസമുള്ളത്, ഈ എക്സിറ്റ് പോളുകളിലൂടെയും ഇത്തരത്തിലുള്ള ഒരു പ്രചണ്ഡമായിട്ടുള്ള പ്രചരണത്തിലൂടെയും ഒരു നരേറ്റീവ് അങ്ങോട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് മറ്റെന്തെങ്കിലുമുള്ള ശ്രമമാണോ
ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. അത് വ്യക്തമായില്ല. മറ്റെന്തെങ്കിലുമുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനോ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിൽ കണ്ടതുപോലെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. അതായത് ആളുകൾ നിന്ന് രാത്രി 2 മണി വരെ വോട്ട് ചെയ്തു എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ 42 ലക്ഷത്തോളം വോട്ടുകൾ പൊടുന്നതിനെ വർദ്ധിക്കുന്നൊരു കാര്യമുണ്ടായി. ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിൽ പോലും കണക്കുകൾ കൃത്യമായിട്ട് വിടാൻ എത്രയോ വൈകിയെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അങ്ങേയറ്റം സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. മമതാ ബാനർജി ജയിച്ചാലും തോറ്റാലും അവിടെ കാത്തിരിക്കുന്ന വലിയ പ്രശ്നമാണ്. തോറ്റാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉത്കണ്ഠയുണ്ട്. എന്താണ് മമത തോറ്റാൽ സ്വാഭാവികമായിട്ട് അവിടെ അക്രമങ്ങളടക്കം നിരവധി, കാരണം കേരളത്തിലെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു പ്രക്ഷോഭമായിരിക്കില്ല മമതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. മമതയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും വലിയ നേതാവായിരുന്നു വന്ന ജയപ്രകാശ് നാരായണൻ അവിടെ ചെന്നപ്പോൾ കാറിന്റെ മുകളിൽ കയറി ഡാൻസ് കളിച്ചതാണ് ആ പ്രായത്തിൽ. അതിൽ നിന്ന് അവർ തെല്ലും പിറകോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ തവണ ഐപാക്ക് എന്ന് പറയുന്ന അവരുടെ ഏജൻസികളുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുകയും അതിന്റെ ഫൗണ്ടർ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും രണ്ടാമത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫിസിക്കലി ഒരു കേന്ദ്ര ഏജൻസിയെ തടഞ്ഞുകൊണ്ട് ഫയൽ മുഴുവൻ എടുത്തിട്ട് പോയവരാണ്. ഈ കഴിഞ്ഞ ദിവസം വന്ന് 8:30 മുതൽ 12:30 വരെ അവർ അവിടെ സ്ട്രോങ് റൂമിൻ്റെ മുമ്പിൽ കുത്തിയിരുന്നതാണ്. എന്ന് പറഞ്ഞാൽ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന് പറഞ്ഞ് BJPക്ക് ഒത്ത എതിരാളിയാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജി. അവരെ പണം കൊണ്ട് തോപ്പിക്കാൻ പറ്റില്ല. അവരെ അഴിമതിക്കാരിയല്ലെന്നോ അവരുടെ ഗവൺമെന്റ് വളരെ ക്ലീൻ ആണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അഴിമതിക്കാരിയാണോ? തീർച്ചയായിട്ടുമല്ലോ. അഴിമതിക്കാരി മമതാ ബാനർജിയാണ്. വ്യക്തിപരമായിട്ട് അവർ കാശുണ്ടാക്കുന്നു എന്നുള്ളതല്ല. അവരുടെ പാർട്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചതിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടി. മൂന്നാമത്തെ പാർട്ടിയാണ്. രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസുമായിട്ട് ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഒറ്റ സ്റ്റേറ്റേ ഭരിക്കത്തുള്ളൂ എന്ന് ആലോചിക്കണം. അപ്പോൾ അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ സമ്പന്നയാണ് അവരുടെ പാർട്ടി. ഇതിപ്പോൾ കാണുന്ന BJPക്കാരുടെ മനസ്സിൽ വരുന്നൊരു കാര്യമാണ്, ബംഗ്ലാദേശികളെ കൂട്ടുപിടിച്ച് ജയിക്കുന്ന മമതയാണോ ചക്രവാണി സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, ബംഗ്ലാദേശികളെ കൂട്ടുപിടിച്ചാണെങ്കിൽ പിന്നെ ഇന്ത്യ ഗവൺമെന്റ് നോക്കി മറ്റേ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇവരുടെ കയ്യിലാണോ ഉള്ളത്? മമതാ ബാനർജിയുടെ കയ്യിലാണോ? അത് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്. നിങ്ങൾ മറ്റേ അന്ധത മാറ്റി വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? എന്നെ കേൾക്കൂ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സൈന്യമൊപ്പം എന്തിനേക്കാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക രാജ്യങ്ങളിൽ ഒന്ന്, ഏറ്റവും കൂടുതൽ മിലിറ്ററിയിൽ നമ്പറുള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഫോഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരുടെ കംപ്ലൈൻ്റ് ആണ്? അങ്ങനെ ഒരു പരാതി കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ടോ? അപ്പം നിങ്ങളറിയേണ്ടത്, നിങ്ങളല്ലേ ബോർഡർ നോക്കേണ്ടത്. നുഴഞ്ഞുകയറ്റക്കാരോട് മമതയ്ക്കുള്ള നിലപാടെന്താണ്? ഞാൻ ചോദിക്കുന്ന ഒരു പ്രശ്നം, നുഴഞ്ഞുകയറ്റക്കാരോട് പിണറായി വിജയനുള്ള നിലപാടെന്താണ്, DMK സ്റ്റാലിനുള്ള നിലപാടെന്താണ് എന്ന് ചോദിച്ചുകൊണ്ടൊരു കേന്ദ്ര ഗവൺമെൻറ് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബോർഡർ നിങ്ങൾ കയ്യിലെടുക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ പഞ്ചാബിൽ അകാലിദൾ ഭരിക്കുമ്പോഴത്തേക്കും നുഴഞ്ഞുകയറ്റക്കാരോട് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിക്കണതിനാ? നുഴഞ്ഞുകയറ്റക്കാർ 500 പേരുണ്ടെങ്കിൽ 500 പേരെ പിടിക്കേണ്ട ഉത്തരവാദിത്തം സ്റ്റേറ്റ് പോലീസിനില്ല. കാരണം അങ്ങനൊരു ആംസോ അല്ലെങ്കിൽ അങ്ങനൊരു ചുമതലയോ അവരുടെ കയ്യിലില്ല. യഥാർത്ഥത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അത് കേന്ദ്ര ഗവൺമെൻറ് മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇലക്ഷൻ കമ്മീഷൻ എടുക്കേണ്ട നിലപാടെന്താ? ഇപ്പം തന്നെ അവിടെ 95 ലക്ഷത്തോളം ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ 7,50,000 ലക്ഷത്തോളം ആളുകളാണ് ഇത്തവണ വോട്ടർ പട്ടികയിൽ കുറവാണ്. അതായത് 90 ലക്ഷം പേരെ ഒഴിവാക്കുകയും പിന്നെ കുറേ പേരെ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 64% പേര് ഹിന്ദുക്കളാണ്. ഈ 64% പേര് ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണോ? നമുക്കറിയില്ല. 36% പേര് ഈ ഒഴിവാക്കപ്പെട്ടവരിൽ മുസ്ലിംസ് ആണ്. ഇതാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കണക്ക് പറയുന്നത്. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ട് കണക്ക് പറയൂ. ഇത് ട്രംപിനൊന്നും താല്പര്യമില്ലാത്ത കേസല്ലേ, പിന്നെ കണക്ക് പേടിക്കുന്നുണ്ടോ? മമത ആരെ പേടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, മമതയുടെ ഗവൺമെന്റിൽ അഴിമതി നടക്കുന്നില്ലെന്നോ മമത വളരെ മിസ്റ്റർ ക്ലീൻ ആണെന്നോ ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി പണ്ടേ അസ്തമിച്ചേനെ. കാരണം അവിടെ പാർത്ഥബ് ചാറ്റർജി എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് 21 കോടിയാണ് കണ്ടെത്തിയത്. കണ്ടവർക്ക് സങ്കടം വരും. കാരണം 21 കോടി ഇങ്ങനെ വെറുതെ കെട്ടുകളായിട്ട് ഒരു മൂലക്ക് കൂട്ടിയിട്ടൊക്കെയായിരുന്നു. ഒരു സീരിയൽ നടിയാണ് അവർ. ആ പുള്ളിക്കാരൻ്റെ കൂട്ടുകാരിയാണ്. അപ്പോൾ അതുപോലെ പിടിച്ചിട്ടുള്ളതാണ്. അത് കാര്യസഹിതം പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ മാത്രമേ BJPയോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റൂ എന്നുള്ളത് അവർക്കറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഐപാക്കിൻ്റെ ഉദ്യോഗസ്ഥരെയും ബാക്കിയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഓഫീസ് അടക്കമെന്ന് പറഞ്ഞപ്പോൾ മമതാ ബാനർജി പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം കേട്ട് ഞെട്ടിപ്പോയി. ആ ഞെട്ടിപ്പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐപാക്കിൻ്റെ മുഴുവൻ ആളുകൾക്ക് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് എടുക്കുമെന്നാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറയണത്, BJP ഏത് സംസ്ഥാനത്തും ചെന്ന് ആളുകളെ പർച്ചേസ് ചെയ്യുന്നു. ആ പർച്ചേസ് ചെയ്യുന്നതൊക്കെ ചാണക്യ ബുദ്ധി എന്ന് പറയുന്നവർ. പിന്നെ മമതാ ബാനർജി എന്ത് ചെയ്യുന്നു?
പണം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചാണക്യ ബുദ്ധിയാണെന്ന് സമ്മതിക്കണം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ ഇപ്പോൾ ചാണക്യ ബുദ്ധിയും മറ്റത് ചാണകത്തിലെ ബുദ്ധിയുമായിട്ട് എന്തില്ല, രണ്ടുപേർക്കും ഒരേ ബുദ്ധിയാണെന്ന്. രണ്ടുപേർക്കും ഒരേ ബുദ്ധിയാണ്, ഒരേ മമതയ്ക്കും. അപ്പോൾ BJPക്ക് മമത ഒരേ സംശയമില്ല കാര്യത്തിൽ. മമതയും ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്, BJP ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്. അതിലാകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞത് മമതയെപ്പോലൊരു നേതാവിന് അവർക്ക് അവിടെ ഇല്ല. സുവേന്ദു അധികാരിയൊന്നും ആ ലെവലിൽ കൂടിയാൽ കൂട്ടി നിൽക്കില്ല. അതേസമയം അമിത്ഷായ്ക്കോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ എന്നിട്ട് ബംഗാളിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി മത്സരിക്കാനും പറ്റില്ല. ആ ഒരു വലിയ പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ നിന്ന് അവർ ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന എക്സിറ്റ് പോൾ റിസൾട്ടുകളെല്ലാം തന്നെ പറയുന്നത്, ഞാൻ വിചാരിക്കുന്നത് കുറേ എക്സിറ്റ് പോളുകൾ മമത ജയിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് തന്നെ കഴിഞ്ഞ ലോക്സഭയിലേക്ക് പറഞ്ഞതാണ്. ലോക്സഭയിൽ പക്ഷേ BJPയുടെ 6 സീറ്റുകൾ കുറേ ഇവർക്ക് കൂടുകയാണ് ചെയ്തത്. ഇപ്പോൾ 82-ൽ 0.58 വോട്ട് ഷെയർ BJPയുടെ. അത് 2021 വരുമ്പോൾ 38% ഉയർത്തി എന്ന് പറയുന്ന ആ മാറ്റം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് BJP കൊണ്ടുവന്നത്? ആ മാറ്റം ഉണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു. BJP 77 സീറ്റുകളിലേക്ക് വന്ന അതിന് മുമ്പ് 20 സീറ്റുകൾ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ സീറ്റുകളിലേക്ക് BJP കൊണ്ടുവന്നു, അതിലൊന്നും തർക്കമില്ല. BJP വളരുമെന്നേ, ആ കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള ഒരു സംസ്ഥാനത്തിൻ്റെ നേച്ചർ വെച്ചിട്ടും ഇവർ പ്രയോഗിക്കുന്ന തന്ത്രം വെച്ചിട്ടും ഏത് സ്ഥലത്തും ഒരു പെട്ടെന്ന് വളരും. കാരണം എന്താ, ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷ അകൽച്ചയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും, മനസ്സിലായോ? പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എത്ര കാലം നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. മനസ്സിലായി? 2-ൽ നിന്ന് 82 സീറ്റായി മാറിയില്ല ഇന്ത്യയിൽ. അപ്പോൾ അതൊക്കെ സാധിക്കും. പക്ഷെ ആ സാധിക്കുന്നതിനെ ഇത്രയെങ്കിലും തടഞ്ഞു നിർത്തുന്നത് മമതാ ബാനർജി ആയതുകൊണ്ടാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മമതയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ മമത അല്ലാതെ വേറെ ഏതെങ്കിലും ഇപ്പോൾ അഭിഷേക് ബാനർജിയോ ബാക്കിയുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇതുപോലൊരു ഫൈറ്റിന് തയ്യാറാകുമായിരുന്നോ എന്ന് പറയുന്ന സംശയം ഉണ്ട്. പിന്നെ മമതയും പലവട്ടങ്ങളിൽ BJPയുമായിട്ടും NDA ആയിട്ടൊക്കെ സഖ്യകക്ഷി എന്ത് ചെയ്തിട്ടുണ്ട്, ആയിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് ആകുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫൈറ്റിനെ കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് ബംഗാളിൽ നടക്കുന്നത് ഒരു സംശയവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇറാൻ വാർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള അതിഭീകരമായിട്ടുള്ള യുദ്ധമാണ്. അവിടെ യാതൊരു കരുണയും ഇല്ലാത്ത നടപടികൾ നമ്മൾ ഏത് ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കണം. ആകെ ഇലക്ഷൻ കമ്മീഷനിൽ ഇപ്പോൾ മമതാ ബാനർജി വലിയ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇനി വരുന്ന ആളുകളിൽ ബംഗാളിനെ ഇളക്കി മറിക്കും എന്നുള്ളതാണ്. അതായത് BJP ബംഗാൾ പിടിക്കുകയാണെങ്കിൽ BJP ബംഗാൾ പിടിക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അതുപോലെ ആ നാട്ടിൽ എങ്ങനെ, അത് മാത്രമല്ല അത് കേരള പൊളിറ്റിക്സിൽ ചെലുത്തുന്ന വലിയൊരു ഇതും കൂടി ഉണ്ടാവില്ലേ? കേരള പൊളിറ്റിക്സിൽ ഉറപ്പായിട്ടും അത് സ്വാധീനം ഉണ്ടാവും, ഒരു സംശയമില്ല. അപ്പോൾ ബംഗാൾ കൂടി ഞങ്ങൾ പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള BJPക്കാർക്ക് ഊറ്റം കൊള്ളാൻ കഴിയും, ഒരു ലഡു മേടിച്ച് കഴിക്കാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒരു ഓറഞ്ച് ലഡു മേടിച്ച് കഴിക്കാൻ കഴിയും എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ നേട്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വേണമെങ്കിൽ എന്താണ് അവരെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമായിരിക്കും. ആളുകളുടെ ഒരു സ്വാധീനം BJPയിലേക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും. അതിപ്പോൾ അവിടെ പിടിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ പതുക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സമയത്ത് ചുവപ്പ് കോട്ടേനെ വിഴുങ്ങാൻ മമത വരുന്നു, പിന്നെ കോൺഗ്രസിനെയും ചുവപ്പിനെയും വിഴുങ്ങാൻ BJP വരുന്നു, ഇപ്പൊ മമതയെ വിഴുങ്ങാൻ BJP ശ്രമിക്കുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ത്രിപുരയിൽ ഇത് നേരത്തെ തന്നെ സംഭവിച്ചതാണ്. അതായത് BJP അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് ഐഡിയോളജിക്കൽ ബാറ്റിലിൽ നേടിയ വിജയമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വിജയം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ വലിയ സ്വാധീനം ഉണ്ടാക്കും. അല്ലാതെ അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ CPM ഭരിച്ചിരുന്ന ജ്യോതി ബസുവോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനുശേഷമുള്ള ആളുകളോ ഭരിച്ചിരുന്നപ്പോൾ പിടിച്ചെടുക്കുന്ന പോലെ അല്ലല്ലോ. ഇപ്പോൾ അത് അവരവിടെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ മമതാ ബാനർജിയാണ് താരം. ആ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ ഒട്ടാകെ തന്നെ BJPക്ക് അത് ആഘോഷിക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ്. കാരണം കഴിഞ്ഞ തവണ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും 100 സീറ്റിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് പ്രശാന്ത് കിഷോർ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞതാണ്. സാധാരണ പ്രശാന്ത് കിഷോർ ഒന്നും അങ്ങനെ വെല്ലുവിളിയൊന്നും നടത്താറില്ല. അമിത്ഷാ വന്നിട്ട് ഇവിടെ പറയുന്നു 100 സീറ്റ് കിട്ടും, എവിടെ നിന്നാണെന്നൊന്ന് കാണിച്ചു തരൂ, ഞാൻ ഈ പണി നിർത്താമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം വളരെ സോൾഡായിട്ട് എല്ലാ ചാനലിലും കൂടി ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്രയും സോൾഡായിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. മമത കൂടി പരാജയപ്പെട്ടാൽ അത് ഉറപ്പായിട്ടും ഇന്ത്യ മുന്നണിക്ക് തന്നെ വലിയൊരു തിരിച്ചടിയായിരിക്കും. ഓൾ ഇന്ത്യ ലെവലിലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ തന്നെ. ബംഗാൾ എന്ന് പറയുന്നത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റാണ്. നമ്മുടെ അടുത്തൊന്നും അല്ലെങ്കിലും ഒരു 100 ചുവപ്പൻ സ്വപ്നങ്ങൾ കണ്ടുറങ്ങിയ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ 34 കൊല്ലം ഭരിച്ചിട്ടുള്ള ഒരു കാര്യം എന്നുള്ള നിലയിൽ ഒരു ചുവപ്പെങ്കിലും ഇത്തവണ വിരിയുമെന്നുള്ളതാണ്. 1 or 2 ചുവപ്പ് ഇത്തവണ വിരിഞ്ഞേക്കും. സത്യത്തിൽ വലിയ പ്രതീക്ഷയാണ് അവിടെ ഉള്ളത്. കാരണം എന്താ വെച്ചാൽ അത് CPMനോട് അനുഭവമുള്ളതുകൊണ്ടല്ല, ഫാക്റ്റാണ്. കഴിഞ്ഞ തവണ തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടുത്തെ പല നേതാക്കന്മാരെയും കേൾക്കാൻ തയ്യാറായി എത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും വോട്ടാക്കി മാറ്റാൻ CPMന് കഴിഞ്ഞില്ല. പക്ഷെ ഇത്തവണ പാർലമെൻറ്റിലേക്ക് അതും ഒറ്റക്ക് നിന്നിട്ടാണെന്ന് വിചാരിക്കണം.
അതായത് അല്ല, എന്ത് കണ്ടിട്ടാണ് ബംഗാളി ജനത CPM വോട്ട് ചെയ്യേണ്ടത്? ബംഗാളി ജനത ഇപ്പോൾ CPM വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് ഇത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അഴിമതിയില്ലാത്ത ഒരു പാർട്ടി തകർന്നു നിൽക്കുമ്പോൾ അതിൽ ആത്മാർത്ഥമായി വർക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അതിലേക്ക് വന്നേക്കാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടി പച്ചപിടിച്ചാൽ ഇന്ന് ബംഗാളിൽ കാണുന്ന പോലത്തെ ഒരു ഭരണമായിരിക്കില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് നിരവധി പേർക്കുണ്ട്. കാരണം അല്ലാതെ ഇനിയിപ്പോൾ മമതാ ബാനർജിയായിട്ട് സുവേന്ദു അധികാരി വന്നാലും സുവേന്ദു മാറിയിട്ട് മമതാ ബാനർജി വന്നാലും ഒന്നും അവിടുത്തെ ഭരണത്തിനോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കോ വലിയ ഗുണമുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല. അഴിമതിരഹിതമായിട്ടുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാക്കി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ CPM പോലെയുള്ള പാർട്ടികൾ വരേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വികസനമൊക്കെ കണക്കാണ്. വികസനം 34 കൊല്ലം ഭരിച്ചിട്ടും ബംഗാളിൽ വലിയ വികസനമൊന്നും ഉണ്ടായിട്ടില്ല. അതെ, വികസനമുള്ള ഒരു അല്ല ഞാൻ പറയുന്നത് അതെല്ലാം വിട്ടിട്ട് നമ്മളിപ്പോൾ വികസനമൊക്കെ വലിയ ചോദ്യമാണ്. അതൊക്കെ വേറെ വലിയ വിഷയമാണ്. വികസനമാണല്ലോ BJP മുമ്പോട്ട് വെക്കുന്ന അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയത്തിൽ. എന്നിട്ട് BJP ഭരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റുകളിൽ വികസനമുണ്ട്? അതൊക്കെ നമ്മൾ വേറെ തമാശക്ക് പറയാൻ മാത്രമേ ഉള്ളൂ. അതൊക്കെ വിട്ടേക്ക്. ഇപ്പം ഇന്ത്യയിൽ വികസനം കൊണ്ടുവന്നിട്ടുണ്ട് നരേന്ദ്രമോദി, അതിലൊന്നും എനിക്ക് വലിയ എതിർപ്പില്ല. പക്ഷേ BJP ഭരിക്കുന്ന ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ എന്ത് വികസനം കൊണ്ടുവന്നിട്ടുള്ളത്? ഗുജറാത്തിൽ യാതൊരു വികസനവും. ഏതാ? ഗുജറാത്തിലൊക്കെ ഒരു സാധാരണ വികസനം ഉണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് സംഘപരിവാർ അനുകൂലികൾക്ക് പറയാം ഭയങ്കര വികസനം ഉണ്ടെന്ന്. ഗുജറാത്തിൽ ചെന്ന് പോലെ ഉൾഗ്രാമത്തിലും പെട്ടുപോയിട്ടെങ്കിൽ പണി തീരുവട്ട. അതുകൊണ്ട് ഗുജറാത്തിൽ പോയി വികസനം ഉണ്ടെന്നൊന്നും അവിടെ ചെന്ന് എന്ത് ചെയ്യരുത് പറയരുത്. നമുക്ക് പോയവർക്കറിയാം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത. കേരളവും അതുമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, മനസ്സിലായി? അതുകൊണ്ട് കേരളം വിട്ടിട്ട് ഈവൻ കർണാടകത്തിൻ്റെ ഉള്ളിൽ ഉൾഗ്രാമത്തിൽ പോയാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ അവിടെയുള്ള കർണാടകത്തിൻ്റെ ഉള്ളിലുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ വരെ പോയിട്ടുണ്ട്. അവിടെയുള്ള ആളുകൾ ജീവിക്കണേണ്ടി ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ബാംഗ്ലൂരും ഇട്ടാവട്ടവും കാണുമ്പോൾ 2 കോടി ജനങ്ങളെ കാണുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തേന്തിന് തമിഴ്നാട്ടിൽ പോയാലും അങ്ങനെ തന്നെയാണ്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഞാൻ ഏതാണ്ട് ഒരു 5-8 ദിവസം തമിഴ്നാട്ടിൽ തന്നെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്കൊക്കെ പോയാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പോലെയല്ല. നമ്മുടെ ഇവിടെ ഗ്രാമവും നഗരവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രതീക്ഷയുമായിട്ട് ഭയങ്കര വികസനം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യരുത്, പോകരുത് എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. പിന്നെ അതൊക്കെ അവിടെ നിന്നോട്ടെ. ഞാൻ പറയുന്നത് കുറേ അധികം ബംഗാളികൾ ജോലി ചെയ്യാനായിട്ട് കേരളത്തിൽ എത്തുന്നുണ്ട്. അതൊരു വലിയ വികസനമാണ്. അല്ല, അതൊരു വികസനമല്ല. അത് അവിടെ ജോലിയില്ല, അവിടെ കൂലിയില്ല, അവിടെ വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ മോശപ്പെട്ട അവസ്ഥയിലാണ് അവിടെ യഥാർത്ഥത്തിൽ. ഇപ്പോൾ അതൊക്കെ വളരെ വിശദമായിട്ടുള്ള ടോപ്പിക്കാണ്. വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കാർഷിക വിപ്ലവവും കാർഷികപരമായിട്ടുള്ള നേട്ടങ്ങളിലും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാക്കാൻ ബംഗാളിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, ചെറിയ തോതിലെങ്കിലും. പക്ഷേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോ ജോലി ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാൻ അവിടെയുള്ള ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞില്ല. അത് CPMൻ്റെയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾക്കൊന്നും കഴിഞ്ഞില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം CPM പലപ്പോഴും അവിടെയുള്ള യഥാർത്ഥ CPMൻ്റെ ഒരു അണികളും അതുപോലെ നേതാക്കന്മാരും ഒക്കെ തന്നെയായിരുന്നു. കാരണം അവരൊന്നും പണമുണ്ടാക്കിയതുകൊണ്ട് ഈ പ്രസ്ഥാനം നശിച്ചു പോയവരല്ല. പകരം ആ സെക്കൻഡ് പാർട്ടി അവിടെ ഫോർവേഡ് ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ G. ദേവരാജൻ്റെ പാർട്ടി, ഇപ്പം അദ്ദേഹം കൊല്ലത്ത് വന്നിരിക്കുന്നുണ്ട്, ഇവിടെ ഇത്തവണ സീറ്റ് പോലും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പാർട്ടികളൊക്കെ തന്നെ ഒരു ഐഡിയോളജിക്കൽ ബേസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ കുത്തകളെ പലപ്പോഴും സ്വീകരിക്കാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പലപ്പോഴും വ്യവസായവൽക്കരണത്തിനുമൊക്കെയുള്ള പല ഇനീഷ്യേറ്റീവുകളും അവർ യഥാർത്ഥത്തിൽ എടുത്തില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ക്യൂബ ഏതാണ്ട് അതുപോലെ തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതേസമയം ചൈന അങ്ങനെയല്ല. ചൈന ഈ കാലത്തിനനുസരിച്ച് പലവിധ മാറ്റങ്ങളും അവരുടെ കാര്യത്തിൽ വരുത്തി മുന്നേറുകയാണ്. അപ്പോൾ അത്തരം മുന്നേറാൻ കഴിഞ്ഞില്ല ബംഗാളിന് എന്നുള്ളത് വാസ്തവമാണ്. തീർച്ചയായിട്ടും. എന്തായാലും കേരളത്തിലെ ജനങ്ങളൊക്കെ ജീവിക്കുന്നത് പോലെ വളരെ സന്തോഷകരമായി വികസനമൊക്കെ ആസ്വദിച്ചിട്ട് ബംഗാളിലെ ജനതയ്ക്ക് ജീവിക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ്. അത് നമ്മുടെ എൻ്റെ ജീവിതകാലത്തൊന്നും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഗൗതത്തിന് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഗൗതത്തിന് ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാവില്ല. ബംഗാളിലൊക്കെ പോയി ഗൗതം ഒരു ഉള്ളിലേക്കൊക്കെ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ ഞെട്ടിപ്പോവും. ഒരു ATM കൗണ്ടറിന് ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, 34 വർഷം ഭരിച്ചിട്ട് ആ ഒരു സ്ഥലത്തെ ഇങ്ങനെ ആക്കി മാറ്റിയ ഒരു പാർട്ടിക്ക് വീണ്ടും അവിടെ സാധ്യതയുണ്ടോ? ഈ പാർട്ടിക്ക് അതാക്കി മാറ്റി എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഇരിക്കുന്ന ആളുകളും ഈ പറയുന്ന പോലെ അവരുടെ ഐഡിയോളജിക്കൽ ബേസും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴുള്ള ചെറുപ്പക്കാർ CPMലേക്ക് വന്നത് CPMൻ്റെ ഐഡിയോളജി അവർ എടുത്തു വെക്കുന്നു എന്നുള്ളതല്ലാതെ നേരെ കുത്തക മുതലാളിത്തത്തിനെ മുഴുവൻ പഠിക്ക് നിർത്തണമെന്ന് പറയുന്ന ആ കാര്യമൊന്നും അവർക്കില്ല. CPMന് തന്നെ പറ്റിയത് ഏറ്റവും ഒടുവിൽ അവർ നന്തൂരും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ടാറ്റനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. മുതലാളിത്തം വേണം അല്ല കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അവിടെയുള്ള ജനങ്ങളുടെ എതിർപ്പിനെ കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും മുതലാളിത്തം ബംഗാളിനെ ഒരു എന്താ പറയുക വലിയൊരു നല്ലൊരു ഭൂമിയാക്കി മാറ്റട്ടെ അല്ലേ? ഇപ്പം BJPയുടെ എക്സിക്യൂഷൻ പ്ലാനിങ് പാളുന്നാണ് പറയുന്നത്. എൻ്റെ വിശ്വാസം അതാണ്. ഇലക്ഷൻ കമ്മീഷൻ കൂടി കൃത്യമായി ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ഇലക്ഷൻ നടത്തിയ